സമയത്ത് ഈ രാജ്യത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ആരൊക്കെയാണ് വിളിച്ചത് എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന നാഥനുള്ള കളരിയിലാണ് ഈ രാജ്യം. അതുകൊണ്ട് അടിക്കടി അവർക്ക് തിരിച്ചടി നൽകാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ ആക്രമിച്ചിട്ട് ഈ രാജ്യത്തെ 29 ആളുകളെ വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ചോര ഒഴുക്കിയിട്ട് പാകിസ്ഥാനികൾക്ക് അവരുടെ രാജ്യത്ത് പോയി ഞെളിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചോ? നടക്കില്ല. അവരെ പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇറ്റലിയിൽ നിന്ന് കോള് വരുന്നു, അമേരിക്കയിൽ നിന്ന് കോള് വരുന്നു, ഫ്രാൻസിൽ നിന്ന് വിളിക്കുന്നു ഇമ്മാനുവൽ മാക്രോൺ, ജോർജിയ മെലോണി, ട്രംപ്, റഷ്യ പുടിൻ, ബ്രിട്ടനിൽ നിന്ന് കോള് വരുന്നു. എല്ലാവരും വിളിക്കുന്നു ഇന്ത്യയോട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെയൊക്കെ ഏതേതു വേദനകളിലും ഏതേത് പ്രതിസന്ധികളിലും സന്തോഷത്തിലും പങ്കുചേരുന്ന ഒരു സഹോദര രാജ്യമാണ് ഇന്ന് ഇന്ത്യ. എല്ലാ രാജ്യങ്ങളോടും സന്തോഷം പങ്കുവെച്ച് ഇരട്ടിപ്പിക്കുകയും വേദന പങ്കുവെച്ച് പകുതിയാക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ രാജ്യത്ത് ജീവിക്കാൻ അവസരം കിട്ടിയത് എന്നതിൽ ഞാൻ സന്തുഷ്ടയാണ്. അതുകൊണ്ടാണ് ഇത്രയും രാജ്യങ്ങൾ നമ്മുടെ 29 ആളുകൾ മരിച്ചതിൽ ഹൃദയപൂർവം വേദനയിൽ പങ്കുചേരുകയും അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തിനേറെ പറയുന്നു, ഈ ഭീകരാക്രമണത്തെ അപലപിച്ച് അഫ്ഗാനിസ്ഥാനിലെ ക്രൂരന്മാർ എന്ന് നമ്മൾ പറയുന്ന താലിബാൻ ഭരണകൂടം പോലും രംഗത്തു വന്നു. താലിബാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ ഭീകരാക്രമണത്തെ അപലപിച്ചു. ഭീകരാക്രമണത്തെ അപലപിച്ച താലിബാൻ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അതാ 29 ആളുകളോടുള്ള നന്ദിയല്ല, നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയോടുള്ള ഒരു മതിപ്പാണ്. ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള അവരുടെ ഒരു സമീപനമാണ്. മേഖലയിൽ സുസ്ഥിരത ഉറപ്പാക്കുന്ന ശ്രമങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഭീകരാക്രമണമെന്നും ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നതാണ്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തില് വിശദീകരണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നു. ഞങ്ങൾക്ക് പങ്കില്ല, എല്ലാ ഭീകരതയെയും ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ശരി, നരേന്ദ്രമോദി അത് വരവ് വെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. ബൈസരൺ വാലിയിൽ നടന്നത് ലഷ്കർ ഇ തൊയ്ബയുടെയും ഐസിസിന്റെയും ആസൂത്രിതമായ ആക്രമണമാണ് എന്ന് സുരക്ഷാ ഏജൻസികൾ തെളിവടക്കം കണ്ടെത്തിയിട്ട് പോലും ഇന്ത്യക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ യാതൊരു വടിയും ഉണ്ടാകുന്നില്ല പാകിസ്ഥാന്. ലഷ്കർ ഇ തൊയ്ബയുടെ പങ്ക് ഔദ്യോഗികമായി ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഭീകരരെത്തിയത് 2 ബൈക്കുകളിലായിട്ടാണ്. അവിടെ ഒന്നുകിൽ കാൽനട അല്ലെങ്കിൽ കുതിരവണ്ടി, അങ്ങനെയൊക്കെ തന്നെ വരാൻ മാത്രം പറ്റുന്ന ഒരു വാലിയാണത്. പഹൽഗാമിലെ ബൈസരൺ വാലിയിൽ ചൊവ്വാഴ്ചയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. പ്രദേശത്തുണ്ടായിരുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ പൈൻ മരങ്ങൾക്കിടയിൽ നിന്നിറങ്ങി വന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. 29 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് പോലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കണ്ടില്ലേ, പാകിസ്ഥാനായിരുന്നാലും ലഷ്കർ ഇ തൊയ്ബയായിരുന്നാലും ശരി, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താലും നമ്മുടെ മലയാളികളാകുന്ന തീവ്രവാദി ഫാൻസ് അത് സമ്മതിച്ചു തരില്ല. എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ കിടക്കുന്നതും ഇത് തന്നെയാണ്. ഇപ്പോ ദാണ്ട BSF ജവാനെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചത് കണ്ടില്ലേ? അബദ്ധത്തിൽ അതിർത്തി മുറിച്ച് കടന്നതാ BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായി. ഇന്ന് പാക്കിന്റെ റേഞ്ചേഴ്സ് ആണ് BSF ജവാനെ കസ്റ്റഡിയിലെടുത്തത്. BSFന്റെ ഒരു കോൺസ്റ്റബിൾ ആണ് PK സിംഗ്. അദ്ദേഹം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായി. ഇന്ന് പഞ്ചാബിന്റെ അതിർത്തിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടിയാണ് ജവാനെ പാകിസ്ഥാൻ സൈന്യം കസ്റ്റഡിയിലെടുത്തത്. 0 ലൈൻ കഴിഞ്ഞ് 30 മീറ്റർ അകലെ വെച്ചിട്ടാണ് BSF ജവാനെ കസ്റ്റഡിയിലെടുക്കുന്നത്.
തുടർന്ന് പരിശോധന നടത്തി തോക്കടക്കമുള്ളതൊക്കെ പിടിച്ചെടുത്തു. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നിട്ടുള്ള കൃഷിയിടത്തിന് സമീപം സൈനികൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പതിവ് നീക്കത്തിനിടയിൽ അബദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തി വേലി കടന്ന് പാകിസ്ഥാൻ പ്രദേശത്തേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ച് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യൻ സൈന്യത്തിലേക്കും പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെ അവിടെയൊക്കെ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. സൈനികന്റെ മോചനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഫ്ലാഗ് മീറ്റിംഗും നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്ന അതേ സമീപനം തന്നെ തിരിച്ച് ഇന്ത്യ അങ്ങോട്ട് ചെയ്താൽ ഇവരൊന്നും എങ്ങും എത്തിക്കിട്ടത്തില്ല. കാരണം അത്രമാത്രം ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചുമാണ് ഇന്ത്യ പാകിസ്ഥാനോട് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ ദ്രോഹിച്ച ആളുകൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ശിക്ഷ നൽകുമെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ട് മാത്രമാണ്. പാകിസ്ഥാന് ശക്തമായ രൂപത്തിൽ ഒരു തിരിച്ചടി നൽകും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. അയൽ രാജ്യവുമായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലായ INS സൂററ്റിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തി ഏതാണ്ട് വർക്കിംഗ് കണ്ടീഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അറബിക്കടലിൽ വെച്ച് INS സൂററ്റിൽ നിന്ന് മധ്യദൂര ഭൂതല വ്യോമ മിസൈൽ ഉപയോഗിച്ചിട്ട് വളരെ വേഗത്തിൽ താഴ്ന്നു പറക്കുന്ന ലക്ഷ്യത്തെ ഭേദിച്ചിട്ടാണ് പരീക്ഷണം നടത്തിയത്. യുദ്ധ തയ്യാറെടുപ്പിലും തദ്ദേശീയ രൂപകൽപ്പനയിലുമുള്ള മികച്ച പുരോഗതി വെളിപ്പെടുത്തുന്ന നിർണായകമായ നേട്ടമാണ് ഈ പരീക്ഷണത്തിന്റെ വിജയം. മിസൈൽ വേധ പടക്കപ്പൽ ശ്രേണിയിൽപ്പെട്ടതാണ് ഈ INS സൂറത്ത്. ഇസ്രയേലുമായി ചേർന്നാണ് ഈ മിസൈൽ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നത്. 70 കിലോമീറ്ററാണ് ഇടപെടൽ പരിധി. അതുപോലെ സീ സ്കിമ്മിങ് ഭീഷണികൾ നേരിടാൻ സഹായിക്കുന്ന രീതിയിലാണ് അത്ര ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ലക്ഷ്യത്തോട് അടുക്കുന്നതോടെ വെടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കാനും റഡാർ ഇൻഫ്രാറെഡ് പരിധിയിൽ വരാതിരിക്കാനും ചില പോർ വിമാനങ്ങളും കപ്പൽവേധ മിസൈലുകളും പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സീ സ്കിമ്മിങ്. അതാണിപ്പോൾ ഇന്ത്യയും ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും പാക്കികളെ മാറ്റി പാർപ്പിച്ചു തുടങ്ങി ഭീതിയിലാണ്. ലക്ഷ്യത്തിലേക്ക് കൃത്യമായി തൊടുത്ത് നടത്തിയ മിസൈൽ പരീക്ഷണം നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണ് എന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ മിസൈൽ പരീക്ഷണം മറ്റൊരു നാഴികക്കല്ലുകൂടി അടയാളപ്പെടുത്തിയതാകും. പ്രതിരോധ മന്ത്രാലയ വക്താവിന്റെ വിശദീകരണമാണിത്. പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പം ഇത് പരീക്ഷിച്ചതോടുകൂടി അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവിക അഭ്യാസവും പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുഹാരി, ഇനി നമുക്ക് ഈ രാജ്യം